ലീഗിൻ്റെ മന്ത്രിമാർ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന കാലത്ത് ഓണം കഴിഞ്ഞിട്ടും പാഠപുസ്തകം കിട്ടാത്ത അവസ്ഥയൊക്കെ ഉണ്ടായതും ഈ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കുട്ടികളെ പഠിപ്പിക്കാൻ നിർദ്ദേശം നൽകിയതുമൊക്കെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന മട്ടിലായി പോയില്ലേ യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം? നമസ്കാരം സാറേ. നമസ്കാരം. ഇത് കേട്ടിട്ട് ഞാൻ എന്തോ ഇതിന്റെ മറുപടി പറയേണ്ടതെന്ന് എനിക്ക് പോലും അറിയാൻ വയ്യ. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിക്ക് ഒരു കാരണവശാലും അദ്ദേഹത്തിന് ഈ വിദ്യാഭ്യാസ മന്ത്രിയാവാനുള്ള ഒരു അധികാരവും അദ്ദേഹത്തിന് ഇല്ല. കാരണം എന്താണെന്നറിയാമല്ലോ, നിയമസഭയിൽ അന്ന് പിന്നെങ്കിൽ ബജറ്റ് അവതരിച്ച സമയത്ത് അദ്ദേഹം കാണിച്ച കോപ്രായങ്ങൾ കണ്ടായിരുന്നല്ലോ എല്ലാവരും. അദ്ദേഹത്തെ ആരാ മന്ത്രിയാക്കിയത്? ജനങ്ങളൊന്നും മന്ത്രിയാക്കിയല്ല, പിണറായിയാണ് മന്ത്രിയാക്കിയത്. അദ്ദേഹത്തിന് എന്തിനാ അതിനകത്ത് എന്തെങ്കിലും സ്ഥാനമുണ്ടോ? അദ്ദേഹം എന്തൊക്കെ പോക്കൃത്തരങ്ങളാണ് അയാൾ പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, സ്കൂളിൽ എത്ര സ്കൂളിൽ ഉച്ചക്കഞ്ഞി കൊടുക്കുന്നുണ്ട്? അദ്ദേഹം തിരക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു സ്കൂളിൽ അദ്ദേഹം പോയി ഒന്ന് അന്വേഷിക്കാറുണ്ടോ? ശ്രീ ഷാജി, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പ് ഈ വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി ആകുന്ന ഘട്ടത്തിൽ വി ശിവൻകുട്ടിയാണോ വിദ്യാഭ്യാസ മന്ത്രി ആക്കേണ്ടതെന്ന മട്ടിൽ താങ്കൾ പറഞ്ഞ രീതിയിൽ ഒരുപാട് ചർച്ചകളൊക്കെ നടന്നിരുന്നു. ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കേരള വിദ്യാഭ്യാസ വകുപ്പിൽ ഏതെങ്കിലും തരത്തിൽ ശിവൻകുട്ടി മന്ത്രി ആയതുകൊണ്ട് ഗുണമല്ലാതെ ദോഷമുണ്ടായ അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോയ ഒരു 1-2 കാര്യങ്ങളിൽ താങ്കൾ ചൂണ്ടിക്കാണിക്കും? ഉച്ചക്കഞ്ഞി കൊടുക്കുന്നുണ്ടോ സ്കൂളിൽ? താങ്കളുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും കുട്ടികളോട് താങ്കൾ ചോദിക്കുക, സ്കൂളിൽ ഉച്ചക്കഞ്ഞിയാണോ ചോറും കറിയാണോ കിട്ടുന്നതെന്ന് താങ്കൾ അന്വേഷിക്കുക. ഒന്നും അറിയാതെ അന്വേഷിക്കാതെ താങ്കളുടെ വീട്ടിൽ കുട്ടികളില്ലെങ്കിൽ വീട്ടിൽ കുട്ടികളാരെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലോ. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്? അംഗൻവാടി തൊട്ട് 10ാം ക്ലാസ് വരെ പഠിക്കുന്ന. അവര് സർക്കാർ സ്കൂളിലോ എയ്ഡഡ് സ്കൂളുകളിലോ ആണോ പഠിക്കുന്നത്? അതെ, അത് തന്നെ. ആണല്ലോ. ആ കുട്ടികളുടെ സ്കൂളിൽ ഉച്ചയ്ക്ക് എന്താണ് കൊടുക്കുന്നത്? അവര് വീട്ടുകളിൽ നിന്ന് ഭക്ഷണമാണ് കൊണ്ടുവന്ന് കഴിക്കുന്നത്. അല്ല, ആ സ്കൂളിലെ കുട്ടികൾക്ക് കൊടുക്കുന്ന എന്താണ്? ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാമായിരിക്കുമല്ലോ. അവിടെ എയ്ഡഡ് സ്കൂളിലായാലും ഗവൺമെന്റ് സ്കൂളിലായാലും അവിടെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുമല്ലോ. അതിനെക്കുറിച്ച് അവർക്ക് അറിയാമായിരിക്കുമല്ലോ. അവര് പറയുന്നത് ഇവിടെ ഭക്ഷണമൊന്നും ഇല്ല. ഒരു ഭക്ഷണം അത് ഏത് സ്കൂളാണ്? കോന്നിയില്. പിന്നെ വേറൊരു കാര്യം കൂടി. അല്ല, കോന്നിയിൽ ഷാജി, കോന്നിയിൽ ഏത് സ്കൂളാണ് ഉച്ചഭക്ഷണം കുട്ടികൾ കൊടുക്കാത്ത? എയ്ഡഡ് സ്കൂളാണോ ഗവൺമെന്റ് സ്കൂളാണോ? എന്റെ നമ്പർ അറിയാമല്ലോ, അപ്പൊ എന്നെ വിളിച്ചാൽ മതി. ഈ നമ്പർ ഷാജി, അത് ഏത് സ്കൂളാണെന്ന് പറയൂ. എയ്ഡഡ് സ്കൂളാണോ അൺഎയ്ഡഡ് സ്കൂൾ, പിന്നെ ഗവൺമെന്റ് സ്കൂളാണോ? ഗവൺമെന്റ് സ്കൂൾ. ഗവൺമെന്റ്. കോന്നി ഏത് ഗവൺമെന്റ് സ്കൂളാണ്? എന്റെ ഈ നമ്പർ അറിയാമല്ലോ. ശ്രീ ഷാജി, അത് പറയൂ. നമുക്ക് അങ്ങനെ ഒരു വലിയ അനീതി ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണ്ടേ? നമുക്ക് വാർത്തയാക്കാം. വാർത്തയാക്കുന്നതിന്റെ അല്ല വിഷയം. അല്ല ശ്രീ ഷാജി, വാർത്തയാക്കണം. സർക്കാർ കൊടുക്കുന്ന ഉച്ചഭക്ഷണത്തിന് വേണ്ടിയുള്ള നിർബന്ധമായും കുട്ടികൾ കൊടുക്കണമെന്നൊരു ഉത്തരവുണ്ടായിരിക്കുകയും അത് കേരളത്തിൽ മുഴുവൻ നടപ്പാക്കുകയും ചെയ്യുമ്പോൾ കോന്നിയിലെ താങ്കളുടെ കുട്ടി പഠിക്കുന്ന സ്കൂളിൽ അത് ആ അധ്യാപകർ ചെയ്യുന്നില്ലെങ്കിൽ, അവിടുത്തെ PTA ചെയ്യുന്നില്ലെങ്കിൽ അത് ഗുരുതരമായ തെറ്റല്ലേ? തീർച്ചയായിട്ടും ആണല്ലോ. അല്ല, ആ സ്കൂളിന്റെ പേരെന്താണ്? നമുക്ക് വാർത്തയാക്കാം. അതുകൊണ്ട് പറഞ്ഞു, എന്റെ നമ്പർ അറിയാമല്ലോ. അല്ല, നമ്പർ അറിയുന്നതല്ല. നമ്പർ എങ്ങനെ? താങ്കൾ പറഞ്ഞോളൂ ഏത് സ്കൂളാണ്. ആ സ്കൂളിലോട്ടുള്ള കറക്റ്റ് ഡീറ്റെയിൽസ് മൊത്തം പറഞ്ഞു തരാം. താങ്കൾ പറഞ്ഞുതരൂ. സ്കൂളിന്റെ പേര് പറയൂ. ആ സ്കൂളിന്റെ പേര് ഇപ്പം പറഞ്ഞാൽ ശരിയാവത്തില്ല. കാരണം എന്താ പറയുക, ഒരുപാട് പ്രേക്ഷകർ ഇത് കാണുകയും അറിയണ്ടേ? സർക്കാർ സ്കൂളിൽ ബാക്കിയുള്ള എല്ലാ ജില്ലകളിലെയും സർക്കാർ സ്കൂളുകളിലെയും എയ്ഡഡ് സ്കൂളുകളിലെയും കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുമ്പോൾ കോന്നിയിലെ ഒരു സ്കൂളിൽ ഉച്ചഭക്ഷണം കൊടുക്കുന്നില്ലെങ്കിൽ അത് അറിയണ്ടേ? അത് തിരുത്തണ്ടേ? എന്റെ നമ്പർ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ ഈ നമ്പറിൽ തന്നെ വിളിച്ചാൽ മതിയല്ലോ. എന്നെ വിളിച്ചു പറഞ്ഞോളൂ. നമുക്ക് വാർത്ത കൊടുക്കാം. വാർത്ത കൊടുക്കാം, തിരുത്താം, അവർക്കെതിരെ നടപടിയെടുക്കാം. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അറിയണ്ടേ? അങ്ങനെ വരുമ്പോ എനിക്കിട്ട് പണി തരും. അതെങ്ങനെയാണ്? ഷാജിക്കെതിരെ ഒരു പണിയും വരത്തില്ല. അങ്ങനെ ഷാജി പറഞ്ഞ സത്യമാണെങ്കിൽ ഒരു പണിയും വരത്തില്ല, ഞങ്ങൾ ഉറപ്പ് തരാം. എനിക്ക് അങ്ങനെ ഒരു പണി കിട്ടിയതാ, അതുകൊണ്ടാണ് ഞാൻ. ഷാജി, ഞങ്ങൾ ഉറപ്പ് തരാം. താങ്കൾ പറയുന്നത് സത്യമാണെങ്കിൽ, ഞാൻ ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നു, താങ്കൾ പറയുന്നത് സത്യമാണെങ്കിൽ താങ്കൾക്ക് ഒരു പണിയും കിട്ടില്ല. താങ്കൾ ധൈര്യസമേതം അങ്ങനെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാത്ത ആ ഗവൺമെന്റ് സ്കൂളിന്റെ പേരെന്ന് പറയും. എന്റെ നമ്പർ അറിയാമല്ലോ. ഇപ്പൊ ഈ നമ്പർ തന്നെ എന്നെ വിളിക്കൂ, അപ്പൊ ഞാൻ പറയാം, മറുപടി തരാം. ഷാജി എന്തിനാണ് അങ്ങനെ ഈ നമ്പർ അറിയാമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നത്? ഷാജിക്ക് പേര് പറയാമല്ലോ. ഞങ്ങൾ ആ റിപ്പോർട്ട് ചെയ്യാമെന്ന് പറയുന്നു. കേരളത്തിന്റെ പൊതു നിയമം അംഗീകരിക്കാത്ത ആ കോന്നിയിലെ സ്കൂൾ ഏതാണെന്ന് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലേ? അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു, എന്റെ ഈ നമ്പറിൽ എന്നെ വിളിച്ചോ, കുഴപ്പമില്ല സാറേ. അപ്പൊ ഞാൻ ഷാജിക്ക് ഒന്നുകിൽ അറിയാം ഷാജി പറയുന്നത് കള്ളമാണെന്ന്, അല്ലെങ്കിൽ ഷാജി ഒരു പ്രസ്താവന ഇറക്കുകയാണ്. കറക്റ്റ് കാര്യമാണ് പറഞ്ഞത്, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞില്ല. അതുപോലെ തന്നെ നമ്മുടെ ഷാജി ഇത് തന്നെ പറയൂ. ഇത് വളരെ ഗൗരവമായ വിഷയമാണ് ഷാജി പറഞ്ഞത്. ഞാനത് അംഗീകരിക്കുന്നു. വളരെ ഗൗരവമായ വിഷയമാണ്. ഒരു സ്കൂളിൽ മാത്രം, കോന്നിയിലെ ഒരു സ്കൂളിൽ മാത്രം കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്നില്ലെങ്കിൽ അത് നമ്മൾ ചർച്ച ചെയ്യണ്ടേ?
തീർച്ചയായിട്ടും അത് ഞാൻ ആ സ്കൂളിന്റെ പേര് പറയും, നമുക്ക് ചർച്ച ചെയ്യാം. നമുക്ക് ആ വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താം. അവിടുത്തെ അധ്യാപകർക്കെതിരെ അല്ലെങ്കിൽ പ്രധാന അധ്യാപകർക്കെതിരെ അവിടുത്തെ PTA-ക്കെതിരെ ഒക്കെ നിയമ നടപടികളടക്കം വരാൻ സാധ്യതയുള്ളതാണ്. തീർച്ചയായിട്ടും ഞാൻ ഉടനെ തന്നെ അറിയിക്കാം. അല്ല, ഇപ്പൊ തന്നെ അറിയിച്ചോളൂ. ഇപ്പൊ അറിയിച്ചു കഴിഞ്ഞാൽ അത് എനിക്കിട്ട് പണി കിട്ടുന്ന, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ നമ്മള്. എന്നാൽ ഷാജി, എനിക്ക് ഒരു കാര്യം മാത്രമേ ഷാജിയോട് പറയാനുള്ളൂ. നമ്മള് സർക്കാരിനെ വിമർശിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊന്നും ഞാനില്ല എന്ന് പറയുന്നത്. പക്ഷേ സത്യവിരുദ്ധമായ കാര്യങ്ങൾ പൊതുവേദിയിൽ വിളിച്ചു പറഞ്ഞു വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്, സത്യവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ പറയുന്നെങ്കിൽ താങ്കൾക്ക് അത് തെളിയിക്കാനുള്ള ബാധ്യതയുണ്ട്. താങ്കൾ സ്കൂളിന്റെ പേര് പോലും പറയുന്നില്ല. താങ്കൾക്ക് ആ പേര് കൂടി ഞാൻ പറയാം. പിന്നെ അത് കൂടാതെ കൊണ്ട് ഒരു സ്കൂളില് +1 ഇതുവരെയായിട്ടും കിട്ടിയിട്ടുമില്ല. അതും ഇതുമായിട്ട് എന്താണ് ശ്രീ ഷാജി ബന്ധം? അതല്ല ഈ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഓരോ സ്കൂളൊന്ന് തിരക്കിക്കൂടെ? ശരി ഷാജി, എന്തായാലും താങ്കൾ ഇത്ര ഭീരുവായി ഇരിക്കരുത്, ഒരു ഇത്രയൊക്കെ ആംബിയർ കാണിക്കണം. ഓക്കെ ശരി, ഓക്കെ, എന്തായാലും സന്തോഷം. ഈ ഒരു പൊതുവേദിയിൽ വന്ന ഒരു ആരോപണമൊക്കെ ഉന്നയിക്കുമ്പോൾ ആ ആരോപണത്തിന്റെ സത്യാവസ്ഥയെക്കുറിച്ച് കേരളത്തിലെ സ്കൂളുകളിൽ അങ്ങനെ ഏതെങ്കിലും സ്ഥലത്ത് ഉച്ചഭക്ഷണം കൊടുക്കാതിരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ ഷാജിക്ക് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ഒരു വലിയ വാർത്ത തന്നെയാണ്. ആ സ്കൂളിൽ മാത്രമായി അത് കൊടുക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് കേൾക്കുന്ന ആളുകൾക്ക് എന്തായാലും ബോധ്യപ്പെടുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് അടുത്ത പ്രേക്ഷകനിലേക്ക് പോകണം. ശ്രീ ജയരാജാണ് കാടാമ്പുഴയിൽ നിന്ന്. ശ്രീ ജയരാജ്, ഈ പാഠപുസ്തകം നേരത്തെ നൽകിയതിനെ കുറിച്ചുള്ള വിമർശനത്തോട് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? നമസ്കാരം കരൺ സാറേ. നമസ്കാരം സാറേ. ഈ ഇവരെ പറ്റി നമ്മൾ എന്താണ് സാറേ പറയുക? നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു ജീവിതം വെച്ചാൽ ഒരു പന്താടുന്നത്. ഇപ്പൊ മുമ്പേ വിളിച്ച പ്രേക്ഷകൻ എന്ത് പച്ച പൊള്ളല്ലേ അദ്ദേഹം പറയുന്നത്? കേരളത്തിലെ സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഏത് സ്കൂളിലാണ് സാറേ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ മാധ്യമങ്ങൾ അത് വലിയ ടെലികാസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യില്ലേ? അതൊക്കെ പുള്ളിയോട് മിനിമം എനിക്ക് തോന്നുന്നു ഞാനൊരു 10 തവണയെങ്കിലും ചോദിച്ചു കാണും. എനിക്ക് അത് കേട്ടപ്പോൾ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആവർത്തിച്ച് ചോദിച്ചത്. തട്ടിവിടുക. വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അദ്ദേഹത്തിന്റെ കുട്ടികൾ ആ സ്കൂളിൽ ഉണ്ടെന്ന് പറഞ്ഞ് ആ സ്കൂളിന്റെ പേര് പോലും ആ രക്ഷകർത്താനും അറിയില്ലെങ്കിൽ പിന്നെ ഇവരുടെയൊക്കെ ബോധം എന്നാണ് ആലോചിച്ചേക്ക് സാറേ. കാരണം ഇത് പറയാൻ തന്നെ നമുക്ക് നാണക്കേടുണ്ട്. കാരണം ഇതാണ് UDF-ന്റെ അവസ്ഥ എന്ന് പറയുന്നത്. എല്ലാവരും അങ്ങനെയാണെന്നല്ല സാറേ പറയാം, നല്ല UDF-കാരും ഉണ്ട്. പക്ഷെ ഇങ്ങനത്തെ പച്ച പൊള്ളുപോയി ജനങ്ങളുടെ മുന്നേ അവതരിപ്പിക്കുകയാണ്. നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസമല്ലേ സാറേ? ഒരു കുട്ടിയല്ലോ, എത്രയോ കുട്ടികളാണ്. നമ്മുടെ കഴിഞ്ഞ മറ്റേ സർക്കാരിനെ കുറ്റം പറയുന്നല്ല, അവരുടെ അങ്ങനത്തെ സാഹചര്യം അങ്ങനെയാവുക. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് എത്ര സ്കൂളാണ് സാറേ ഇവിടെ അടച്ചു പോയിരുന്നത് അല്ലേ? അതിന് പൂട്ടാൻ പോയിരുന്നത്. നമ്മുടെ അബ്ദുർബ് ഞങ്ങളുടെ മലപ്പുറം മണ്ഡലത്തിലുള്ള ആള് തന്നെയാണ്. അതൊക്കെ തന്നെ ഓണത്തിന്റെ എന്തൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു ആ സമയത്ത്. ഫോട്ടോസ്റ്റാറ്റ് എടുത്താണ് കുട്ടികൾ എങ്ങനെ കൊടുത്തിരുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ അതൊക്കെ മാറിയില്ല സാർ. ആ പൂട്ടാൻ പോയ സ്കൂളൊക്കെ സർക്കാർ ഏറ്റെടുത്ത് കിഫ്ബി പദ്ധതി കൂടെ എത്രയോ ആയിരക്കണക്കിന് കോടി രൂപ മുടക്കി ഓരോ മണ്ഡലങ്ങളിലും. ശ്രീ ബിനു ആണ്, ഗുജറാത്തിൽ നിന്നാണ്. ശ്രീ ബിനു, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.